അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ പല വിധത്തിലും രീതികളിലുമാണ് സൃഷ്ടിച്ചത്. പ്രത്യക്ഷ കാഴ്ചയിൽ ആരെയും നിസ്സാരപ്പെടുത്താനോ മഹത്വപ്പെടുത്താനോ അള്ളാഹു നമുക്ക് അനുവാദം നൽകുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അനുചരന്മാരിൽ പ്രഗത്ഭനായ സ്വഹാബിവര്യനായിരുന്നു. അദ്ദേഹം ശരീരം മെലിഞ്ഞ ഒരു കുറിയ മനുഷ്യനായിരുന്നു. കാല് വളരെ നൈസായ, കാല് വളരെ തീരെ വണ്ണമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. കുറിയ ആളാണ്. അതിന് പുറമെ കാലിന് വളരെ വണ്ണവും കുറവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു മരത്തിൻ്റെ മുകളിൽ കയറുകയാണ് പഴം പറിക്കാൻ വേണ്ടി. അന്നേരം കാറ്റടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് വസ്ത്രം പാറുകയും കാല് പുറത്ത് കാണിക്കുകയും ചെയ്തു. സഹാബത്തൊന്ന് ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്തിനാ ചിരിച്ചത്? അവർ പറഞ്ഞു, മിൻ ദിഖ്ഖത്തി സാഖൈ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ വണ്ണക്കുറവ് കണ്ടിട്ട് ചിരിച്ചതാണ്. അത്രയും നൈസായ ഒരു കോലായിട്ടുള്ള കാല്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേരം പറഞ്ഞു, ഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹദ്. ഈ ഇബ്നു മസ്ഊദിന്റെ കാൽ ആ കാണുന്ന ഉഹദ് പർവ്വതത്തെക്കാളും അവന്റെ മീസാനിൽ ഘനമുള്ളതാണ്, ഭാരമുള്ളതാണ്. ഉഹദ് പർവ്വതം മദീനയിലെ ഒരു വലിയ പർവ്വതമാണ്. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ പർവ്വതം. നന്മകളും തിന്മകളും തൂക്കപ്പെടുന്ന തുലാസിൽ ഇബ്നു മസ്ഊദിന്റെ കാലിന് ഈ ഉഹദ് പർവ്വതത്തെക്കാളും ഘനമുണ്ടാകും. ഇബ്നു മസ്ഊദിന്റെ മഹത്വം വലുതാണ്. നബി തങ്ങളുടെ ചെരുപ്പ് വാഹകനായിരുന്നു. നബി തങ്ങളുടെ ചെരുപ്പ് വഹിച്ചിരുന്ന ആളാണ്. നബി തങ്ങൾ തന്നെ പലപ്പോഴും ഇബ്നു മസ്ഊദിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ഖുർആൻ ഓതിത്തരണം, ഞാനൊന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ മേലിലല്ലേ നബി, അങ്ങയുടെ മേലിലല്ലേ ഖുർആൻ ഇറങ്ങുന്നത്, എന്തിനാണ് ഞാൻ അങ്ങേക്ക് ഓതിത്തരുന്നത്? നബി തങ്ങൾ പറഞ്ഞത്, അത് മറ്റൊരാളിൽ നിന്ന് കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ കേൾക്കാൻ നബി തങ്ങൾ തിരഞ്ഞെടുത്ത സഹാബിവര്യനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് പുണ്യം ചെയ്ത കാലിൻ്റെ വണ്ണക്കുറവല്ല അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മഹത്വത്തിൻ്റെ മാനദണ്ഡം. ചില മനുഷ്യന്മാരുടെ വലിപ്പവും തൂക്കവും അവരെ മനസ്സുകൊണ്ടാണ്. സമ്പത്ത് കൊണ്ടോ നാവിൻ്റെ വാചാലത കൊണ്ടോ വസ്ത്രത്തിൻ്റെ മൂടി കൊണ്ടോ അല്ല ഒരാളെ അളക്കേണ്ടതും തൂക്കേണ്ടതും. നിസ്സാരനായ, വലിപ്പം കുറഞ്ഞ, തടിയില്ലാത്ത ചില ആളുകളുണ്ടാകും. അയാളൊന്നുമില്ല എന്നാണ് നമ്മൾ അയാളെക്കുറിച്ച് മനസ്സിലാക്കുക. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾക്ക് ഏതോ ഒരു പുണ്യത്തിൻ്റെ പേരിൽ ഒരു വലിയ മഹത്വം ഉണ്ടാകും. ആ ഒരു പുണ്യത്തിൻ്റെ അടുത്തേക്ക് എത്താൻ 1000 കൊല്ലം കർമ്മം ചെയ്താലും ഒരുപക്ഷെ നമുക്ക് സാധിക്കണമെന്നില്ല. വലിയ മുതലാളിയായ, ധനാഢ്യനായ ഒരാളെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും, ഞാൻ അയാളെ പോലെ ആയെങ്കിൽ എന്ന്. പക്ഷേ അയാൾ രഹസ്യമായി തമ്മാടിയോ കള്ളുകുടിയനോ ആയിരിക്കാം. പിന്നെ എങ്ങനെയാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുക? ഒരുപക്ഷെ ചുരുക്കത്തിൽ കുറിയവനും തടിയില്ലാത്തവനും നിസാരനുമാണ് എന്ന് കരുതി അയാൾ തഖ്വയുള്ള ആളാവണമെന്നില്ല. ഈ മുതലാളിയാണ്, പണക്കാരനാണ്, നല്ല തടിയും വണ്ണവും ശരീരത്തിൻ്റെ വസ്ത്രാദികളെ കൊണ്ട് വലിയ ആളാണെങ്കിൽ ഒരുപക്ഷെ അയാൾ മോശക്കാരനാകണമെന്നുമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വ്യത്യസ്തരായ ആളുകളെയാണ് സൃഷ്ടിച്ചത്. വിരൂപനായ, കാണാൻ തീരെ ഭംഗിയില്ലാത്ത, വികലാംഗനായ ഒരാളെ കാണാം. അല്ലാഹു തആലക്ക് അയാളെ സമ്പൂർണനായിട്ട് പടക്കാൻ പറ്റാത്തത് കൊണ്ടല്ലല്ലോ. സാധുവായൊരു മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത്. ആളുകളോട് വല്ലതും കൊടുത്ത് വാങ്ങി ജീവിക്കുന്ന സാധുവിനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹിൻ്റെ ഖജനാവിൽ അയാൾക്ക് കൊടുക്കാൻ മാത്രം പണമില്ലാത്തത് കൊണ്ടാണ്? അല്ലല്ലോ. ഈ ഭൂമി ഒരു പരീക്ഷണത്തിൻ്റെ ലോകമാണ്. സൃഷ്ടികളെ നാം ബഹുമാനിക്കേണ്ടത് സൃഷ്ടാവിനെ ബഹുമാനിക്കുന്നതിൻ്റെ പേരിലാണ്. സൃഷ്ടികളെ നാം നിസ്സാരമാക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ നിസ്സാരമാക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെയാണ്. ആരെയും ഒരു പുറം കാഴ്ചയുടെ പേരിൽ നമ്മൾ നിസ്സാരനാക്കാൻ പാടില്ല. മുതലാളിയാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഭംഗിയുള്ളവനാണെങ്കിലും ഭംഗിയില്ലാത്തയാളാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പക്ഷേ അയാൾ നിസാരനോ അല്ലെങ്കിൽ ഉന്നതനോ ആയേക്കാം. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ നിസ്സാരമാക്കാൻ പാടില്ല. ഒരു സ്ത്രീ സമൂഹവും മറ്റൊരു സ്ത്രീ സമൂഹത്തെ നിസ്സാരമാക്കാൻ പാടില്ല.